ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ വീട്ടിൽ ഓർക്കിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കുഞ്ഞു വീഡിയോ ആണിത്. എല്ലായ്പ്പോഴും നമ്മൾ വാങ്ങുന്നത് ഫ്ലവറിംഗ് സൈസിലുള്ള ഓർക്കിഡ് തന്നെ ആയിരിക്കണമെന്നില്ല. സീഡ്ലിങ്സും പലരും അങ്ങനെ താല്പര്യം കാണിക്കാറുണ്ട്. കാരണം വിലയിലുള്ള വ്യത്യാസം തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റിന് ഒരു 200-250 മേലോട്ട് കൊടുക്കണമെങ്കിൽ ഒരു സീഡ്ലിങ്ങിന് അറൗണ്ട് 100-150 ഒക്കെ നമുക്ക് കൊടുത്താൽ മതിയാകും. അപ്പോൾ നല്ലൊരു 2 ഫ്ലവറിംഗ് പ്ലാന്റ് വാങ്ങുന്ന സമയമുണ്ടെങ്കിൽ ഒരു 4-5-6 സീഡ്ലിങ്സ് നമുക്ക് കിട്ടുമായിരിക്കും. അതും ഒരു രീതിയിൽ നോക്കിയാൽ നല്ലതാണ്. കാരണം നമുക്കത് കെയർ ചെയ്യാനുള്ള ഒരു മനസ്സും കാത്തിരിക്കാനുള്ള ഒരു ക്ഷമയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സീഡ്ലിങ്സ് വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്തി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. വാങ്ങുന്ന സീഡ്ലിങ്സ് നല്ല രീതിയിൽ പോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡാണ് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് കുറച്ചുകൂടി കരിക്കട്ടയും കുറച്ച് തൊണ്ടും അങ്ങനെയുള്ള എന്തെങ്കിലും ചാർക്കോൾ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റ് ആണ് എന്ന് വെച്ചാൽ അതിന് വാസസ്ഥലം മാത്രം മതി. ഫുഡ് അത് അന്തരീക്ഷത്തിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുത്തോളും. അപ്പോൾ ഫുഡ് നമ്മൾ സപ്ലൈ ചെയ്യണം. എങ്ങനെ ഫെർട്ടിലൈസേഴ്സും വാട്ടറെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പക്ഷേ അതിന് പ്രോപ്പറായിട്ടുള്ളതിന് അതിന് സ്റ്റിക്ക് ചെയ്ത് വളരാൻ പറ്റുന്ന നല്ലൊരു പൊസിഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ചട്ടിയിലല്ലാതെയും അവർ ഹെൽത്തി ആയിട്ട് വളരും. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു മെത്തേഡ്, എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. പുതിയതായിട്ട് വാങ്ങിയ സീഡ്ലിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉള്ള ഡെൻഡ്രോബിയത്തിൻ്റെ കിക്കീസൊക്കെ ഉണ്ടാവില്ലേ, സൈഡിൽ കൂടി പൊട്ടി വരുന്നത്, ഇതൊക്കെ നമുക്ക് ഈ രീതിയിൽ പൊട്ടിയാവുന്നതാണ്. അതിന് മെയിനായിട്ട് വേണ്ടത് ഇതുപോലുള്ള കിക്കീസ്, പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വുഡോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും വുഡ്, പിന്നെ ഞാനിത് ഉപയോഗിക്കുന്നത് ക്ലോത്ത് വയറാണ്. പിന്നെ ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള തൊണ്ട്, അത് ഓൾറെഡി കട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വെച്ചത് വീണ്ടും നനച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള കട്ടറോ സിസേഴ്സോ എന്തെങ്കിലും, പിന്നെ ത്രെഡ്, ഇത്രയാണ് വേണ്ടത്. നമ്മൾ വുഡിൽ മൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ആദ്യം തന്നെ അതിൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു പ്രതലം നമ്മൾ നീറ്റായിട്ട് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടേക്ക് കുറച്ച് ചകിരി വെച്ച് കൊടുത്തിട്ട് ഒരുപാട് ഹാർഡല്ലാത്ത രീതിയിൽ, അതായത് ആ വേരുകൾക്കൊന്നും സംഭവിക്കരുത്, ആ രീതിയിൽ കുറച്ചുകൂടെ ചകിരിയോ അതിൻ്റെ മേലെ കുറച്ച് തൊണ്ടോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം, ടൈ ചെയ്ത് കൊടുക്കാം. അതിന് ടൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്ത് ചെയ്യരുത്. അത് അതിൽ പിടിച്ചിരിക്കണം എന്ന രീതിയിൽ കിട്ടിയാൽ മതി. അല്ലാതെ ഈ വേരുകളും തണ്ടുകളും ഒരുപാട് മുറുകി അതിന് ഡാമേജ് വരാത്ത രീതിയിൽ വേണം നമ്മൾ ടൈ ചെയ്യാൻ. അപ്പം നമുക്ക് മേലെ നിന്ന് പുതിയ ഷൂട്ട് വരുമ്പോഴും ഈ താഴോട്ടുള്ള വേരുകളാണെങ്കിലും എന്ത് ചെയ്യരുത്, ഡാമേജ് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും. തൊണ്ടെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. തൊണ്ട് വെച്ചില്ല അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് ചകിരിയുടെ മേലെ കൂടെ നമുക്ക് നേരിട്ട് ടോയിൻ ഉപയോഗിച്ച് കെട്ടിയാലും മതി. ഇനി ഇത് ഹാങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ക്ലോത്ത് വയർ. ക്ലോത്ത് വയർ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നതാണ്. അതായത് അഴ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത് വയർ ഇല്ലേ, അത് തന്നെ. അത് കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ഒരു ഹാങ്ങർ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് എവിടെയാണോ നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആവശ്യമായിട്ടുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഫോൾഡ് ചെയ്ത് ഒരു ഹാങ്ങർ നമുക്ക് കൈ കൊണ്ട് തന്നെ, അധികം ബലമൊന്നും കൊടുക്കണ്ട, നമുക്ക് കൈ കൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെടിയുടെയും നമ്മൾ അറ്റാച്ച് ചെയ്ത വുഡിൻ്റെയും സൈസ് അനുസരിച്ചിട്ട് അത് ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത് എവിടെയാണോ അതിൽ ഭംഗിയായിട്ട് കിടക്കുന്ന രീതിയിൽ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. അത് ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാനും ട്വിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഹാങ് ചെയ്തിടുകയും ചെയ്യാം. അപ്പോൾ നോക്കിയാൽ ഞാൻ ഇതുപോലെ ഇതിക്ക് മുന്നേ ചെയ്തിട്ടുള്ള ഇതിൽ അന്ന് ഞാൻ ജസ്റ്റ് കയർ വെച്ചിട്ടൊക്കെയാണ് ഇത് ഹാങ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴാണ് ഞാൻ ക്ലോത്ത് വെയർ യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു ക്ലോത്ത് വെയറിൻ്റെ ഒരു റോള് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഈ രീതിയിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വേറെ ഒരുപാട് യൂസസ് നമ്മൾക്ക് ഓർക്കിഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗത്തിലുള്ളതാണ് ഈ ക്ലോത്ത് വെയർ. അതപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. ഇത് കണ്ടില്ലേ, ഈ എല്ലാ പ്ലാന്റ്സും തന്നെ നമ്മൾ ഇതിക്ക് മുന്നേ പല രീതിയിൽ വുഡിൽ അറ്റാച്ച് ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ടുള്ളതാണ്. ഇവരെല്ലാവരും തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിന്നിരുന്നതുമാണ്. ഇപ്പോൾ ചൂട് കൂടിയതിന് ശേഷം മാത്രമാണ് ഇവർക്കൊരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതും. കൂടുതൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. കാരണം ഓൾറെഡി വുഡ് ഡ്രൈ ആണ്. പിന്നെ ഇതിലധികം മീഡിയ അറ്റാച്ച്ഡ് അല്ല. ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു വേര് ഡ്രൈ ആകാതെ നമ്മൾ കൂടുതൽ വെള്ളം സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ ഈ രീതിയിൽ പോട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷേ വുഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓർക്കിഡ് മാത്രമല്ല, ഇപ്പോൾ എവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഓർക്കിഡും ഈ ഡ്രൈനെസ്സിൽ അതിൻ്റെ ഇലകളൊക്കെ പോയിട്ടുള്ള രീതിയിലാണ് പൊതുവെ കാണുന്നത്. അത് വേനലിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ തുറസായ സ്ഥലങ്ങളിലാണ് തൂക്കിയിട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഷെയ്ഡിലേക്കൊക്കെ മാറ്റിയിട്ടാൽ കുറേ ഒന്ന് ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ഈ വുഡിൽ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണെങ്കിലും നമ്മൾ നേരിട്ട് ഒരുപാട് വെയിലുള്ളിടത്ത് സെറ്റ് ചെയ്യാതെ മരത്തിൻ്റെ ഷെയ്ഡിലൊക്കെ ഇതേപോലെ തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ അധികം റീറ്റേൺ ചെയ്ത് നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. അതുപോലെ തന്നെ തൊണ്ട് ഞാൻ ട്രീറ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലേ, ട്രീറ്റ് ചെയ്ത് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ട് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് ഒരു 2 ദിവസം വെച്ചിരുന്ന് അതിൻ്റെ കറ മുഴുവനും ഇളക്കി കളഞ്ഞതിന് ശേഷം കുറച്ച് കാൽസ്യം നൈട്രേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ച് അതിലിട്ട് വെക്കും. അപ്പോൾ അത് നമ്മൾ അങ്ങനെ കുറച്ചെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് മീഡിയമായിട്ട് യൂസ് ചെയ്യാം. അത് പിന്നെ നമ്മൾ വാട്ടർ ചെയ്യുന്നതനുസരിച്ച് അതിൽ നിന്ന് കാൽസ്യം നൈട്രേറ്റ് റിലീസ് ചെയ്ത് ചെടി കൂടുതൽ നല്ല രീതിയിൽ വളരാൻ അത് സഹായിക്കും. ഈ മെത്തേഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യണേ. ഹാപ്പി ഗാർഡനിങ്. വീണ്ടും കാണാം.